ലോകത്ത് ഏറ്റവും കൂടുതൽ പാമ്പ് കടിയേറ്റ് മരിക്കുന്ന രാജ്യമേതാണെന്ന് നിങ്ങൾക്കറിയുമോ? മറ്റെവിടെയുമല്ല കേട്ടോ, അത് ഇന്ത്യയിൽ തന്നെയാണ്. ലോകത്ത് പാമ്പ് കടിയേറ്റു മരിക്കുന്നതിൽ പകുതിയിലധികം പേരും ഇന്ത്യക്കാരാണ്. 2000 മുതൽ 2019 വരെയുള്ള കാലയളവിൽ ഏകദേശം 12 ലക്ഷം പേരാണ് ഇന്ത്യയിൽ പാമ്പ് കടിയേറ്റു മാത്രം മരിച്ചത്. അതായത് പ്രതിവർഷം ശരാശരി 58,000 മരണങ്ങൾ. ഇടതൂർന്ന വനങ്ങൾ മുതൽ നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള കൃഷിയിടങ്ങൾ വരെ ഇന്ത്യയിലെ വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥകൾ പലതരം പാമ്പുകളുടെ ആവാസ കേന്ദ്രം കൂടിയാണ്. വലിപ്പമോ രൂപമോ നോക്കി പലപ്പോഴും നമ്മൾ നിസ്സാരമായി കാണുന്ന പല പാമ്പുകളും നിമിഷ നേരം കൊണ്ട് ജീവൻ അപഹരിക്കാൻ ശേഷിയുള്ളവയാണ് കേട്ടോ. ഇന്ത്യയിലും കേരളത്തിലും പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ വർഷം തോറും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 10 അപകടകാരികളായ പാമ്പുകളെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിച്ച് വരാം. പട്ടികയിൽ ഒന്നാമൻ രാജവെമ്പാലയാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും നീളമുള്ള വിഷപ്പാമ്പ്. ഒരൊറ്റ കടിയിൽ ഒരാനയെ പോലും കൊല്ലാൻ ശേഷിയുള്ള അത്രയും അളവ് വിഷം കുത്തിവെക്കാൻ രാജവെമ്പാലയ്ക്ക് സാധിക്കും. സാധാരണയായി ഇവ മനുഷ്യരെ ആക്രമിക്കാൻ വരാറില്ലെങ്കിലും പ്രകോപിപ്പിച്ചാൽ ആരെയും വിറപ്പിക്കാൻ ശേഷിയുള്ള അപകടകാരിയാണ് ഇവൻ. രണ്ടാമത്തേത് ഇന്ത്യൻ കോബ്ര അഥവാ മൂർഖൻ പാമ്പ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണങ്ങൾക്ക് കാരണമാകുന്ന പാമ്പാണിത്. പത്തി ഉടർത്തി നിൽക്കുന്ന ഇവയുടെ രൂപം തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ്. ഇതിന്റെ ന്യൂറോടോക്സിൻ വിഷം നേരിട്ട് നമ്മുടെ നാഡീവ്യൂഹത്തെയാണ് കേട്ടോ ബാധിക്കുന്നത്. കടിയേറ്റാൽ മരവിപ്പ്, കാഴ്ചമങ്ങൽ, ശ്വാസതടസ്സം എന്നിവ അനുഭവപ്പെടാം. മൂന്നാമത്തേത് അണലിയാണ്. ഇന്ത്യയിലെ മരണനിരക്കിൽ വലിയൊരു പങ്ക് അണലികൾ കാരണമാണ്. രക്തകോശങ്ങളെ നശിപ്പിക്കുന്ന ഹീമോടോക്സിൻ വിഷമാണ് ഇവയെ ഭീകരനാക്കി മാറ്റുന്നത്. വളരെ വേഗത്തിലുള്ള ഇവയുടെ ആക്രമണ ശൈലി ആരെയും ഭയപ്പെടുത്തുന്നത് തന്നെയാണ്. നാലാമത്തേത് ചുരുട്ടയണലി. അണലി വർഗത്തിൽ പെട്ടതാണെങ്കിലും വലിപ്പത്തിൽ ഇവ ചെറിയവയാണ്. എന്നാൽ വലിപ്പം കണ്ടാലും ഇവനെ അത്ര നിസ്സാരനായി കാണരുത്. ഇന്ത്യയിൽ ഏറ്റവും അധികം പേരെ കടിക്കുന്ന പാമ്പുകളിൽ മുൻപന്തിയിലാണ് കേട്ടോ ഈ കൊച്ചു ഭീകരൻ. അഞ്ചാമത്തേത് വെള്ളിക്കെട്ടൻ അഥവാ ശംഖുവരയൻ. രാത്രികാലങ്ങളിൽ മാത്രം ഇറങ്ങുന്ന സൈലന്റ് കില്ലർ. ഇവയുടെ കടിയേറ്റാൽ പലപ്പോഴും വേദന അനുഭവപ്പെടാറില്ല. ഉറക്കത്തിൽ കടിയേൽക്കുന്നവർ പലപ്പോഴും മരണത്തിലേക്കാണ് ഉണരുന്നത്. പല നാട്ടിൽ പല പേരുകളുണ്ടെങ്കിലും ഇവന്റെ മാരകവിഷത്തിന് ഒരു കുറവുമില്ല. ആറാമത്തേത് മഞ്ഞവരയൻ. ഉത്തരേന്ത്യക്കാർ ഇവനെ രാജസർപ്പം എന്നാണ് വിളിക്കുന്നത്, അഥവാ ബ്രാൻഡ് ക്രൈറ്റ്. തണ്ണീർത്തടങ്ങളിലും വനങ്ങളിലും കാണപ്പെടുന്ന ഇവ ആക്രമകാരി അല്ലെങ്കിലും കടിയേറ്റാൽ മരണം സുനിശ്ചിതമാണ്. ഏഴാമത്തേത് മുളമണ്ഡലി. പച്ച നിറത്തിൽ ഇലകൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന ഇവൻ ഒരു മറഞ്ഞിരിക്കുന്ന ഭീഷണിയാണ്. കടിയേറ്റാൽ മാരകമായ പനിയും നീരും അനുഭവപ്പെടാം. ഉടൻ ചികിത്സ ലഭ്യമാക്കേണ്ടത് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ മരണം തൊട്ടു പിന്നാലെ തന്നെയുണ്ട്. എട്ടാമത്തേത് മലബാർ പിറ്റ് വൈപ്പർ. നമ്മുടെ പശ്ചിമഘട്ടത്തിൻ്റെ സ്വന്തം പാമ്പ്. പരിസരങ്ങളുമായി അലിഞ്ഞു ചേരാനുള്ള ഇവയുടെ കഴിവ് അതിശയകരം തന്നെയാണ്. കടിയേറ്റ ഭാഗത്ത് അസഹ്യമായ വേദനയും വീക്കവും ഇതുണ്ടാക്കും. ഒൻപതാമത്തേത് ഇന്ത്യൻ കോറൽ സ്നേക്ക്. ചെറുതും മനോഹരമായ നിറങ്ങളുള്ളതുമായ പാമ്പ്. കാഴ്ചയിൽ നിസാരക്കാരനാണെങ്കിലും രാജവെമ്പാലയെ പോലെ തന്നെ അതീവ പ്രഹരശേഷിയുള്ള ന്യൂറോടോക്സിൻ വിഷമാണ് ഇതിലുമുള്ളത്. വലിപ്പം കണ്ട് ഒരിക്കലും നിങ്ങൾ പറ്റിക്കപ്പെടരുത്. കുഞ്ഞനായിരിക്കാം, പക്ഷേ അതീവ ഭീകരനായ വിഷമുള്ളവയാണിത്. പത്താമത് ആൻഡമാൻ കോബ്ര. ആൻഡമാൻ ദ്വീപുകളിൽ മാത്രം കാണപ്പെടുന്ന പ്രത്യേക ഇനം മൂർഖൻ. മഞ്ഞ കലർന്ന ചാരനിറമോ കറുപ്പ് നിറത്തിലോ കാണപ്പെടുന്ന ഇവ മറ്റു മൂർഖൻ പാമ്പുകളെ പോലെ തന്നെ അതീവ വിഷമുള്ളവ തന്നെയാണ്.